വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ സമയം ഇതാ എണ്ണപ്പെട്ടിരിക്കുകയാണ് അല്ലെ. നമുക്കിനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പൊ 27-ാം തീയതി വരാൻ പോകുന്ന നമ്മുടെ LSS എക്സാമിനുള്ള കനത്ത പ്രിപ്പറേഷനിലാണ് നിങ്ങൾ എല്ലാവരും അറിയാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിന്റെ കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് വേർഡ്. ഓക്കെ, മിസ് ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കുക. എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം, വിട്ടുപോയതാണ് അത്. ഓക്കെ, തന്നിരിക്കുന്ന ഹിന്റ് അനുസരിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ ഐസ് ഉണ്ട്. ഐസ് എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു, ആ എന്തായിട്ട് മാറുന്നു എന്നതിലാണ് നമ്മുടെ എ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടി എഴുതേണ്ടത്. അതുപോലെ തന്നെ അത് ഹീറ്റ് ആവുന്ന സമയത്ത് വാട്ടർ വേപ്പർ ആവുന്നു, അതായത് അതിനെ വീണ്ടും നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അത് നീരാവിയായിരുന്നു. ഇനി അതിനെ നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് വീണ്ടും അത് എ എന്ന് പറയുന്ന ആ ഒരു വസ്തുവായിട്ട് മാറുന്നു. പിന്നെ അതിനെ എന്തോ ചെയ്യുമ്പോൾ അത് ഐസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതിൽ എന്തായിരിക്കും വിട്ടുപോയത്? ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ, ഇതിൽ ഏതായിരിക്കും വിട്ടുപോയത്? എ എന്ന് പറയുന്നത് ഏതായിരിക്കും? യെസ്, ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ ഐസ് എന്തായിട്ട് മാറുന്നുണ്ട്? വാട്ടർ ആയിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ വെള്ളമായിട്ട്, ജലമായിട്ട് മാറുന്നുണ്ട്. അതിനെ വീണ്ടും ചൂടാക്കുമ്പോഴാണ് നീരാവിയായിട്ട് മാറുന്നത്. ഇനി നീരാവിനെ നേരെ റിവേഴ്സ് അടിക്കുന്നു. നീരാവിനെ നമ്മൾ തണുപ്പിക്കുവാണെങ്കിൽ എന്തായിട്ട് മാറുന്നുണ്ട്? വെള്ളം അല്ലെങ്കിൽ ജലമായിട്ട് മാറുന്നുണ്ട്. അതിനെ വീണ്ടും തണുപ്പിച്ചാൽ, അതായത് അതിനെ വീണ്ടും നമ്മൾ കൂളാക്കിയാൽ, നമുക്ക് ഇങ്ങനെ എഴുതാം, അതിനെ വീണ്ടും നമ്മൾ കൂളാക്കിയാൽ, അതിനെ വീണ്ടും നമ്മൾ തണുപ്പിച്ചാൽ അത് എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. ഓക്കെ, ഈ ഒരു ഓർഡർ നിങ്ങൾ ഓർത്തു വെക്കുക. അതായത് നമുക്കിപ്പോൾ ഐസ് എടുക്കുവാണെങ്കിൽ ഐസിനെ ചൂടാക്കിയാൽ വാട്ടറായിട്ട് മാറുന്നു, വാട്ടറിനെ വീണ്ടും ചൂടാക്കിയാൽ വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. ഇനി അത് തന്നെ റിവേഴ്സിൽ ആലോചിക്കുക. അതായത് വാട്ടർ വേപ്പറിനെ കൂളാക്കിയാൽ വാട്ടറായിട്ട് മാറുന്നു, വാട്ടറിനെ കൂളാക്കിയാൽ ഐസായിട്ട് മാറും. ഈ ഒരു ഓർഡർ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ പഠിച്ചില്ലെങ്കിലും ഇങ്ങനെ പഠിച്ചാലും മതി. ഐസ്, ഇങ്ങനെ, പിന്നെ വാട്ടർ, പിന്നെ വാട്ടർ വേപ്പർ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓർക്കുക. വാട്ടർ വേപ്പർ, യെസ്. ഇത് മൂന്നും നിങ്ങൾ അങ്ങ് ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ മുകൾ ഭാഗത്ത് എന്ത് എഴുതണം? എല്ലാം ഇങ്ങനെ ഹീറ്റ് ആക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത് ഇങ്ങനെ ആരോ മാർക്ക് വരച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതണം? എല്ലാം ഇങ്ങനെ കൂളാക്കുക. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും മതി. ആരോ മാർക്ക്. ഈ വലിയ ആ ഒരു ചിത്രം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ചിത്രം മറന്നു പോവാതെ നോട്ട് ചെയ്താൽ മതി. ഈ ഒരു ചിത്രം നോട്ട് ചെയ്താലും മതി. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ഐസിനെ ഹീറ്റ് ആക്കുമ്പോൾ വാട്ടർ ആവുന്നു, വാട്ടറിനെ ഹീറ്റ് ആക്കുമ്പോൾ വാട്ടർ വേപ്പർ ആവുന്നു, അതേപോലെ വാട്ടർ വേപ്പറിനെ കൂളാക്കുമ്പോൾ വാട്ടർ ആവുന്നു, വാട്ടറിനെ കൂളാക്കുമ്പോൾ ഐസ് ആവുന്നു. ഈ ഒരു റിലേഷൻ നിർബന്ധമായും എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. കേട്ടല്ലോ? യെസ്. ഇനി അടുത്ത ചോദ്യം, ഗ്രഹങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് ഹാവ് ലൈറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അത് സ്വയം പ്രകാശിക്കുന്നതാണോ? അല്ല. ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതല്ല, അത് സൂര്യപ്രകാശത്തെ ജസ്റ്റ് റിഫ്ലക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഉപഗ്രഹങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നു, അതും തെറ്റാണ്. റിവോൾവ് അറൌണ്ട് ദ സണ്ണിനെ ഡെഫിനിറ്റ് പാത്ത്. ഒരു നിശ്ചിത പാതയിൽ സൂര്യനെ ചുറ്റുന്നു, അത് ശരിയല്ലേ? കറക്റ്റ് ആണല്ലേ? നമ്മുടെ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ബോഡീസിനെയാണ്. റിവോൾവ് അറൌണ്ട് ദ മൂൺ, ചന്ദ്രനെ ചുറ്റുന്നു, അതും തെറ്റാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയല്ലോ. യെസ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങൾ അതിനെ തരംതിരിക്കണം. അപ്പൊ നമുക്ക് ഓരോ നോക്കാം. കല്ലെന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഇങ്ങനെ കളർ കൊടുക്കാം അല്ലെ. നമുക്കിതില് വസ്തുക്കളെ നമ്മൾ എങ്ങനെ തരംതിരിച്ചത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഇവിടെ സോളിഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കല്ലെന്ന് പറയുന്നത് സോളിഡ് ആണ്. അതേപോലെ തന്നെ പിന്നെ ആരാണ്? മൈദ എന്ന് പറയുന്നത് സോളിഡ് ആണ്. പിന്നെ തടിക്കഷ്ണം എന്ന് പറയുന്നതും സോളിഡ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ് നോക്കുവാണെങ്കിൽ തേന് ലിക്വിഡ് ആണ്. അതുപോലെ തന്നെ മഷി എന്താണ്? ലിക്വിഡ് ആണ്. പെട്രോളും ലിക്വിഡ് ആണ്. ഇനി ഗ്യാസസ് എന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. പുക, സ്മോക്ക് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ നീരാവി ഗ്യാസ് ആണ്. അപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇത് മൂന്നും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ കുറച്ച് പ്രത്യേകതകളും പഠിക്കണം. ഇനി ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചിതപ്പെടുത്തിയ ടൈം എത്രയാണ് മക്കളെ? 52 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ദേശീയ ഗാനം, ജനഗണമനയുടെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതുപോലെ ദേശീയ ഗീതം വന്ദേ മാതരം എഴുതിയത് ആരായിരുന്നു? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ത്രിവർണ പതാക ഡിസൈൻ ചെയ്തത് ആരാണ്? പിങ്കളി വെങ്കയ്യാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് LSSന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ വരുമ്പോൾ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യം.
നമുക്ക് ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും 7 മണിക്ക് ലൈവ് ഉണ്ട്. ആ ലൈവിൽ നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ ലൈവ് കാണുക. അതുപോലെ തന്നെ ആനുവൽ എക്സാം സെറ്റ് ആക്കാനായിട്ട് 8 മണിക്കും നമ്മൾ വരുന്നുണ്ട്. നിങ്ങൾ ഇന്ന് എല്ലാ ദിവസവും 7 മണി മുതൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ. നമുക്ക് ഫുൾ സെറ്റ് ആക്കാം, നല്ല രീതിയിൽ പഠിക്കാം. ഇത്തവണത്തെ LSS നമുക്ക് നേടിയെടുക്കാം കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.